ഇന്നലെ എൻ്റെ മോള് 4.5 വയസ്സാണേ എന്നോട് ചോദിച്ചു, അമ്മ 6 ഒരു കുഞ്ഞു നമ്പറാണോ, അതായത് സ്മോൾ നമ്പറാണോ ബിഗ് നമ്പറാണോ? അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. വെറുതെ സാമാന്യമായിട്ട് ചിന്തിച്ച് അതൊരു സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ ഒരു ചോദ്യം എൻ്റെ കുഞ്ഞ് ചോദിച്ചെങ്കിൽ അവൾ നമ്പേഴ്സിനെ പറ്റി ചിന്തിച്ചു. അവൾക്ക് സ്കൂൾ തുറന്നിട്ടില്ലായിരുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുന്നൊരു ദിവസം അവൾ ഈ നമ്പേഴ്സിനെ പറ്റിയും അവൾ ഈ നമ്പേഴ്സിൻ്റെ എണ്ണത്തെ പറ്റിയും അതിൻ്റെ വലുത് ചെറുത് എന്നുള്ള കോൺസെപ്റ്റിനെ പറ്റിയൊക്കെ അവൾ ചിന്തിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വളരെ നല്ല കാര്യമല്ലേ? അപ്പം നമ്മൾ ഈ ഒരു ചോദ്യത്തെ നിസ്സാരവൽക്കരിക്കാതെ വളരെ സത്യസന്ധമായി സ്ട്രെയിറ്റ് ഫോർവേഡായി, അതായത് അതിൻ്റെ കറക്റ്റ് ഉത്തരം പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു കോൺസെപ്റ്റാണ് അവളുടെ ആ ചോദ്യം വഴി ഏറ്റവും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. എന്താണെന്നറിയാമോ? ഞാൻ അവളോട് പറഞ്ഞു, മോളെ 6 എന്ന് പറയുന്ന ഒരു നമ്പർ അതിൻ്റെ അടുത്ത് ഏത് നമ്പറാണോ വെക്കുക അതനുസരിച്ചാണ് അത് വലുതാണോ ചെറുതാണോ എന്ന് തീരുമാനിക്കുക. ഇപ്പം നമ്മൾ 1 ആണ് 6ൻ്റെ അടുത്ത് വെക്കുന്നതെങ്കിൽ 6 ബിഗ് നമ്പറായി. പക്ഷേ നമ്മൾ 60 എന്ന് പറയുന്ന നമ്പറാണ് 6ൻ്റെ അടുത്ത് വെക്കുന്നതെങ്കിൽ 6 സ്മോൾ നമ്പറായി. അപ്പോൾ എന്ത് നമ്പരും എന്ത് ക്വാണ്ടിറ്റിയും വലുതാണോ ചെറുതാണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ വേറൊരു സാധനം വേറൊരു ക്വാണ്ടിറ്റിയുമായി കമ്പയർ ചെയ്യണം. നമ്മൾ കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തി അതാണോ ഇതാണോ എന്ന് ചിന്തിച്ചാൽ മാത്രമേ അത് വലുതാണോ ചെറുതാണോ ഏത് ക്വാണ്ടിറ്റിക്കും അത് ബാധകമാണ്. ഇത് ഞാൻ ഒരു എക്സാമ്പിളൂടെ പറഞ്ഞു. ഇപ്പോൾ പീലിക്കുഞ്ഞ് വലുതാണോ ചെറുതാണോ? അമ്മയുടെ അടുത്ത് നോക്കുമ്പോൾ പീലിക്കുഞ്ഞ് കുഞ്ഞു ആവയാണ്. പക്ഷേ ഞങ്ങൾ ഈയിടെ എൻ്റെ ഒരു ഫ്രണ്ട് അപർണയുടെ കുഞ്ഞിനെ കാണാൻ പോയിരുന്നു. ആ അപർണ ആൻറ്റിയുടെ കുഞ്ഞുവാവയെ വെച്ച് നോക്കുമ്പോൾ പീലിക്കുഞ്ഞ് വലുതാണോ ചെറുതാണോ? അത് തീരെ കുഞ്ഞുവാവയാണ്, ഉണ്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ പീലിക്കുഞ്ഞ് വലിയ വാവയാണ്, വലിയ ആളാണ്. കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഈ കമ്പാരിസണിലൂടെ സ്മോളും ബിഗും ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് അവൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതുകൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലേ? ഈ എക്സാമ്പിൾസ് വഴി പറഞ്ഞതിലൂടെ ആ ഒരു കോൺസെപ്റ്റ് അവൾക്ക് അത് പൂർണ്ണമായും മനസ്സിലാവുകയും ചെയ്തു. അവളൊരു ചോദ്യം ചോദിച്ചപ്പം അതിനെ എൻ്റർടൈൻ ചെയ്യുക വഴി അവൾക്ക് വീണ്ടും ഒരു ചോദ്യം ചോദിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്തു.